നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒന്നാമത്തെ വായനയിൽ അത് പുറപ്പാടിൻ്റെ പുസ്തകം 40-ാം അധ്യായമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം ഏകദേശം അവസാന ഭാഗത്തെത്തി നിൽക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ വായനകൾ കേട്ട് അങ്ങനെ ദൈവം ജനത്തെ രക്ഷിച്ചു കൊണ്ടുവരുന്നു. ഈജിപ്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് അവർക്ക് കൽപ്പനകൾ കൊടുക്കുന്നു. ഇപ്പോൾ അവർക്ക് ഒരു കൂടാരം നിർമ്മിച്ചു കൊടുക്കുന്നു. എന്നിട്ട് കൂടാരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ മേഘത്തിലൂടെയാണത് മനസ്സിലാക്കുക. ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. കത്തോലിക്ക സഭയിലെ അംഗങ്ങളായ നമ്മൾ സഭയിലെ ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിക്കുക. സഭയിൽ പ്രകടമായ ദൈവസാന്നിധ്യമുണ്ട്. കാത്തലിക് ചർച്ച് എന്ന് പറയുമ്പോൾ ഇതൊരു ദേവാലയമാണല്ലോ, മോർണിംഗ് സ്റ്റാർ ചർച്ച്. അപ്പോൾ ഇവിടെ ഓരോ ദേവാലയത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമുക്കറിയാവുന്നതാണല്ലോ പരിശുദ്ധ കുർബാനയാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. അപ്പോൾ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് ദൈവം തിരഞ്ഞെടുത്ത മക്കൾ. കണ്ട് ഇസ്രായേൽ ജനം അവരെ പ്രയോജനപ്പെടുത്തുന്നത് കണ്ടോ? മേഘത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം, സഭയിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സഭാമക്കൾ പ്രയോജനപ്പെടുത്തണം. ഒരു ദേവാലയത്തിൽ, ഈ ബിൽഡിംഗ് ആയിട്ടുള്ള ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇങ്ങനെ ഒരു ദേവാലയത്തിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മളെക്കുറിച്ച് ആലോചിക്കാനും വിചിന്തനം ചെയ്യാനും സാധിക്കുക. നമ്മളെന്നും ബഹളങ്ങളിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു തിരഞ്ഞെടുപ്പ് പോലും നടത്താൻ പറ്റുകയില്ല. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം നല്ലത് തിരഞ്ഞെടുത്തു. അതാണ് ആദ്യം സംഭവിച്ചത്. അദ്ദേഹം ഒരു പ്രഭു കുടുംബത്തിലെ 13 മക്കളിൽ ഒരാളാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സൈനികനായിരുന്നു. അതിൽ വളരെ തീക്ഷ്ണതയോടുകൂടെ ആ കർത്തവ്യം നിർവഹിച്ചയാളാണ്. അങ്ങനെയാണ് ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റപ്പോഴും അദ്ദേഹത്തിൻ്റെ വിശ്രമ നാളുകളിൽ, റെസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ അദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് വായിക്കാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെയാണ് ഈശോയെക്കുറിച്ചും വിശുദ്ധരെക്കുറിച്ചൊക്കെ വായിക്കാനിടയായത്. അതാണ് പിന്നീട് ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചപ്പോഴും കൂടുതൽ പഠിക്കുവാനും തീർത്ഥാടനങ്ങൾ നടത്താനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന് നല്ല മരിയൻ ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ നടത്തുന്ന പോലെ മരിയൻ തീർത്ഥാടനങ്ങൾ അദ്ദേഹം നടത്തി. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ഉൾക്കാഴ്ചയിലേക്ക് വന്നത്. എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണമെന്ന വലിയ ഉൾക്കാഴ്ചയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഈശോയെ അറിയുവാൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സുന്ദരമായ അവസരമാണ് ഈ സഭാജീവിതം, കത്തോലിക്ക സഭാജീവിതം. മാമോദീസയിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ ഒക്കെ നമുക്കതിനുള്ള അവസരം ദൈവം തന്നിരിക്കുക. ദൈവത്തെ അറിയാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ലോകത്തിലുള്ള ഇന്ന് സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടില്ലേ, അത് ഇങ്ങനെ വല നിറഞ്ഞപ്പോൾ അത് കരക്ക് വലിച്ചു കയറ്റി അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. ഈ ഒരു സെലക്ഷൻ നമ്മളും നടത്തണം. ഒരു ടേബിളിൽ ഒത്തിരി ഭക്ഷണങ്ങൾ കാണും. നമുക്ക് ഇഷ്ടമുള്ളത് എല്ലാം അങ്ങ് വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. നമുക്ക് പറ്റുന്നത് കഴിക്കുക, പറ്റുന്നത് തിരഞ്ഞെടുക്കുക എന്നതുപോലെയാണ് ഈ ലോകത്തിൽ എന്തോരം കാര്യങ്ങളാണ് ഉള്ളത്. എല്ലാത്തിലൂടെയും കടന്നു പോകണമോ? എല്ലാ സുഖങ്ങളും അന്വേഷിക്കണോ? എല്ലാം നേടിയെടുക്കണമെന്നുള്ള ചിന്ത വേണോ? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളുമില്ലേ? ആവശ്യമില്ലാത്തതൊന്നും നേടണ്ട, ആവശ്യമുള്ളത് നേടുക. അതാണ് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ കിട്ടിയ ബോധ്യം. അതാണ്, ഈ ബോധ്യത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. ഈശോയെ മാത്രം മതി. ഈശോയെ നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ
രണ്ട് പ്രതിസന്ധികളാണ് ഞാൻ കാണുന്നത്. വിശുദ്ധ ഗ്രന്ഥ പാരായണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈശോയെ അറിയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സോഴ്സാണ്, നമ്മുടെ കൈകളിലുള്ള സോഴ്സാണ് വിശുദ്ധ ഗ്രന്ഥം. ഒത്തിരി പേര് ബൈബിള് വായിക്കുന്ന പോലുമില്ല. സത്യമല്ലേ? ഏതെങ്കിലും ഒരു വചനം അറിയാവോ? ഏതെങ്കിലും ഒരു വചനം അറിയാവോ? ഇപ്പോൾ കാറ്റഗിസം ക്ലാസ്സിലെ കുട്ടികൾ കുറച്ച് വചനമൊക്കെ പഠിക്കുന്നുണ്ട്. വചനം അറിയാവോ? അപ്പം വചനം അറിയുന്നില്ല എന്നത് ഒരു വലിയ പോരായ്മയാണ്. സഭയിൽ നിന്നിട്ടും സഭയ്ക്കുള്ളിൽ നിന്നിട്ടും ഈശോയെ അറിയാൻ ശ്രമിക്കുന്നേയില്ല. പക്ഷെ വേറെ കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. യൂട്യൂബ്, നെറ്റിലൂടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഫോണിലൊരു ബൈബിൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബൈബിൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കണ്ണ് കാണാത്തവർ, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ, അവർക്ക് ഈ എഴുതപ്പെട്ട ഈ ലിഖിതം, ഇങ്ങനെ ഈ ബൈബിള്, ഇങ്ങനെ ഒരു പുസ്തകം തുറന്ന് വായിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഫോണിൽ പ്രകാശമൊക്കെ ഉള്ളതുകൊണ്ട് അക്ഷരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാനും വായിക്കാനും സാധിക്കും. എന്നിട്ട് ഫോണിൽ ഒരു POC ബൈബിൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവരെന്ന് കരം ഉയർത്താവോ? ബാക്കിയുള്ളവർ ഈ ഫോണിന് വേണ്ടി, ഫോണെന്ന ഉപകരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു നല്ല സംവിധാനമാണ്. ആ സംവിധാനത്തിൽ പോലും ദൈവത്തിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പുണ്ടോ? അതാണ്. അപ്പോൾ വായിക്കുന്നേയില്ല, ബൈബിള് പഠിക്കുന്നേയില്ല, ഈശോയെ അറിയാൻ ശ്രമിക്കുന്നേയില്ല. ഓരോരുത്തരും അവനവൻ്റെ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം, എനിക്ക് ഈശോയെ അറിയാവോ? കാറ്റഗിസം പോലും നേരെ ചൊവ്വേ അറ്റൻഡ് ചെയ്തിട്ടില്ല. അത് കാരണം ലോകത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അക്കാദമിക് ലെവലിലുള്ള ആ ഒരു വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ പലരും. മതപരിശീലനം, വിശ്വാസ പരിശീലനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. റെഗുലറായിട്ട് ക്ലാസ്സിൽ പോയിട്ടുള്ളവരാരാണ്? സൺഡേ ക്ലാസ്സിന് ഈ കൂട്ടത്തിലുണ്ടോ? 32-34 ഞായറാഴ്ചകൾ, ലാറ്റിൻ ക്രമത്തിൽ 34 ഞായറാഴ്ചകളുണ്ട് കാറ്റഗിസം ഞായറാഴ്ചകൾ. ആ ഞായറാഴ്ചകൾ ഫുൾ അറ്റൻഡൻസ് ഉള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? കാറ്റഗിസം പഠിച്ച കാലയളവിൽ ആരെങ്കിലും ഉണ്ടോ? ഫുൾ അറ്റൻഡൻസ്. അപ്പോൾ കാറ്റഗിസം പഠിച്ചോ? അപ്പോൾ ഈശോയെ വല്ലതും അറിയാവോ? ഈശോയെ അറിയാൻ ശ്രമിക്കുന്നുണ്ടോ? ബൈബിളിലൂടെ ഈശോയെ വായിക്കുന്നുണ്ടോ? ഒരു വചനം പഠിക്കുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ ഒരു വെല്ലുവിളി എന്താണെന്നോ? ബൈബിൾ വായിക്കുന്നുണ്ട്, ഭയങ്കര വായനയാണ്. ഞാൻ ബൈബിൾ മുഴുവൻ വായിച്ചു എന്ന് വീരവാദം മുഴക്കുന്നവർക്ക് ഒന്നും അറിയില്ല. ഇനി ബൈബിൾ എഴുതുന്നവരുണ്ട്, സ്വന്തം കൈപ്പടയിൽ എഴുതി എന്നിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വലിയൊരു സംഭവം ചെയ്ത കണക്ക് പ്രസിദ്ധമാക്കുന്നവരുണ്ട്. എന്നിട്ടൊന്നും അറിയില്ല, ബൈബിളൊരു വചനം പോലും അറിയില്ല. അപ്പോൾ ഇതാണ് രണ്ട് പ്രതിസന്ധികൾ. ഒന്ന്, മറ്റേ എക്സ്ട്രീം, ഒന്നും വായിക്കുന്നില്ല. ചിലർ എഴുതിപ്പിടിപ്പിക്കുകയാണ്, വായിച്ച് തള്ളി അങ്ങ് വിടുകയാണ്. പക്ഷേ വചനം പഠിക്കാൻ ശ്രമിക്കുന്നില്ല. ഈ പുണ്യവാളൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആവർത്തി വായിച്ചു, ഈശോയെക്കുറിച്ച് പല ആവർത്തി പഠിക്കാൻ ശ്രമിച്ചു. അതാണ്, അങ്ങനെ പഠിച്ചത് കൊണ്ടാണ് ഈശോയെ അറിയാൻ ഇദ്ദേഹത്തിന് സാധിച്ചത്. ആവർത്തിച്ച് ഈശോയെ അറിയാൻ ശ്രമിച്ചു. അത് ഉള്ളിലേക്കങ്ങ് രൂഢമൂലമായി, ഉള്ളിലേക്കങ്ങ് തറഞ്ഞു കയറി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പറച്ചിൽ മൂലം പറഞ്ഞ് ഒരു വിശുദ്ധൻ, മറ്റൊരു വിശുദ്ധൻ, നമുക്കറിയാമല്ലോ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞ വചനം മത്തായി 16:26 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരം എന്തു കൊടുക്കും? ഇതാണ് ഇദ്ദേഹം നേടിയ ഒരു പ്രധാനപ്പെട്ട അറിവ്. പുസ്തകങ്ങൾ പിടിച്ചുകൊണ്ട് നടന്നിരുന്ന ഫ്രാൻസിസ് സേവ്യറിനെ കുരിശ് പിടിക്കുന്നവനാക്കി മാറ്റിയവനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. തൻ്റെ ഉള്ളിൽ അത്രയും തീക്ഷ്ണതയും ഈശോയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ടല്ലേ ഒരൊറ്റ പറച്ചിലിൽ ഫ്രാൻസിസ് സേവ്യർ ഉണ്ടായില്ല. ആവർത്തിച്ച് പറഞ്ഞു. കാരണം ഇദ്ദേഹം ആവർത്തിച്ച് വായിച്ച് ഈശോയെ പഠിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് തൻ്റെ ഉള്ളിലൊരു ഈശോയെ രൂപപ്പെടുത്തിയതിന് ശേഷം ആ ഈശോയെ പകർന്നു കൊടുക്കാൻ ശ്രമിച്ചത്. നമ്മളോ ഈശോയെ രൂപപ്പെടുത്തുന്നുമില്ല, ഈശോയെ പറഞ്ഞു കൊടുക്കുന്നുമില്ല. ഈശോയെ ഉള്ളിൽ രൂപപ്പെടുത്താത്തവരാണ് അവർ ഈ ദുരാചാരങ്ങൾക്ക് പുറകെ പോകുന്നത്, ചരട് കെട്ടാനും തൂവാല കെട്ടാനും താക്കോല് പൂട്ടാനും പോകുന്നതും. കാരണം അതിനൊക്കൊന്നും ഒരു ഈശോ ബന്ധമേ ഇല്ല.
മനസ്സിലായി? ഈശോയെ നമ്മളിൽ രൂപപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഒരു വിശ്വാസ പരിശീലനം നന്നായിട്ട് പൂർത്തിയാക്കിയ ഒരാൾക്ക് വഴിയിൽ നിന്ന് പറയുന്ന ഈശോയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത, ഇല്ല, പഴയതും ചീത്ത മത്സ്യവും നല്ല മത്സ്യവും വേർതിരിക്കാൻ അത് ആ ഒരു സെലക്ഷൻ എന്തുകൊണ്ടാണ് പറ്റാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ച് മുട്ടിന് നിരങ്ങി പ്രാർത്ഥിച്ച് നിങ്ങളിങ്ങനെ നീങ്ങുമ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് ഇൻഡീസൻ്റായിട്ട് ചാടി വീഴുന്ന അവരുടെ പറച്ചിലിന് മുമ്പിൽ അംഗീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടും ഒരു വില കൊടുത്താലും വാങ്ങിക്കാൻ കിട്ടാത്ത, നമുക്ക് സൗജന്യമാണ് ദൈവത്തിൻ്റെ രക്ഷ. കുമ്പസാരിക്കുന്നതിന് പൈസ കൊടുക്കണോ? കുർബാന സ്വീകരിക്കുന്നതിന് പൈസ കൊടുക്കണോ? എന്നിട്ട് സൗജന്യമായിട്ട് ഇതാ മക്കളെ രക്ഷ എന്ന് പറഞ്ഞ് ദൈവം നീട്ടുമ്പോഴും നമ്മളുടെ പൈസയ്ക്ക് തുക കൊടുത്ത്, ക്യാഷ് കൊടുത്ത് ലൊടുക്ക് ആചാരങ്ങൾക്ക് പുറകെ പോകുന്നു. ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം. ഈശോ നമ്മിൽ രൂപപ്പെട്ടിട്ടേയില്ല. ഈശോ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാത്തത് എന്താണ്? അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ എന്ത് നേടിയാലും ഈശോയെ നേടിയിട്ടില്ലെങ്കിൽ അത് വളരെ ശൂന്യമാണ്. നമ്മൾ വളരെ നഷ്ടത്തിൽ തന്നെയാണ്. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ പുണ്യവാളൻ്റെ ഒരു തീക്ഷ്ണത നമുക്കുണ്ടാകട്ടെ. എല്ലാം ദൈവമഹത്വത്തിന് എന്ന് സമർപ്പിച്ച് മുന്നോട്ട് പോയ ഈ വിശുദ്ധനെ പോലെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും എല്ലാം ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് ഇന്ന് ലഭിക്കട്ടെ. ഈ വിശുദ്ധരുടെ തീക്ഷ്ണത, പ്രത്യേകിച്ച് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെയും വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെയും ഒക്കെ തീക്ഷ്ണത, ആത്മാക്കളെ രക്ഷിക്കാനായിട്ടുള്ള തീക്ഷ്ണത, സ്വന്തം ആത്മാവിനെ രക്ഷപ്പെടുത്തി മറ്റ് ആത്മാക്കളെ കൂടെ ചേർക്കാനായിട്ടുള്ള ആ തീക്ഷ്ണത നമുക്ക് ലഭിക്കട്ടെ. എല്ലാം നേടിയെന്നാലും ഈശോയെ നേടിയില്ലെങ്കിൽ ഒന്നും നേടിയില്ലല്ലോ, എല്ലാം നഷ്ടമാണല്ലോ. ഒന്നും നേടിയില്ലെങ്കിലും ഈശോയെ നേടിയെന്നാകിൽ ഒന്നും നഷ്ടമല്ലല്ലോ, എല്ലാം നേട്ടമാണല്ലോ. എല്ലാം നേടിയെന്നാലും ഈശോയെ നേടിയില്ലെങ്കിൽ ഒന്നും നേടിയില്ലല്ലോ, എല്ലാം നഷ്ടമാണല്ലോ. 3-ാം വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട് അങ്ങനെ മംഗളവാർത്ത സമയത്ത് ഗബ്രിയദൂതൻ വന്ന് പറഞ്ഞപ്പോൾ ഈശോയെ ഉള്ളിൽ നേടിയെടുക്കാനായിട്ടുള്ള വലിയ ഒരു അവസരം, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കിന് നിറവേറട്ടെ എന്ന് പറഞ്ഞത് നേടിയെടുത്ത പരിശുദ്ധ മറിയം ആ ഈശോയെ നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടന്ന് കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ആ ഈശോയുടെ ശരീരം മടിയിലേക്ക് വലിയ സ്നേഹത്തോടെ ഏറ്റുവാങ്ങിയ പരിശുദ്ധ മറിയത്തെ പോലെ സഭയിലുള്ള ഈശോയെ സ്വന്തമാക്കാനും നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുവാനും ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ആമേൻ.